ഞങ്ങൾ വർഷങ്ങളായി തിരുവോണമാകട്ടെ പെരുന്നാളാവട്ടെ ഞങ്ങളുടെ ഏതെങ്കിലും സംഘടനാ സമ്മേളനങ്ങളോ മറ്റോ ഒക്കെ ഉള്ള ദിവസങ്ങളാവട്ടെ ഞങ്ങൾ പൊതിച്ചോറിൽ മുടക്കം വരുത്താറില്ല. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും പൊതിച്ചോറ് മുടങ്ങാതെ മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ സംഘടനാ തീരുമാനം. അതുമാത്രമല്ല, ഈ ആഘോഷ ദിവസങ്ങളിലെല്ലാം ഇന്നിപ്പോൾ പായസമുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, മാവേലി വന്നു പായസം കൊടുക്കുന്നൊക്കെ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഭക്ഷണവും കൊടുക്കുക. ഇവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു അല്പം ആശ്വാസമാകട്ടെ എന്നുള്ളത് തന്നെയാണല്ലോ ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോർ എന്നുള്ള ഈ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടി വാശിയോടുകൂടി നമ്മുടെ സഖാക്കൾ ഈ പ്രവർത്തനം വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുകയാണ്. അത് ഓരോ ദിവസവും ഞങ്ങൾ തുടങ്ങുമ്പോൾ 500 പൊതിച്ചോറ് കൊടുത്തു തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു. 5000-ഓളം പൊതിച്ചോറാണ് നിങ്ങളിവിടെ കണ്ടു. ഇത്രയധികം ജനങ്ങൾ ഇപ്പോഴും ഇത് വാങ്ങാൻ വേണ്ടി ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം ഇതിൻ്റെ വിതരണം തന്നെ നീണ്ടു നിൽക്കുക. ഇത്രയധികം ആളുകൾ ഒന്നിച്ച് കൊടുത്തിട്ട് പോലും. വളരെ ആവേശത്തോടു കൂടി വളരെ വാശിയോടുകൂടി ഞങ്ങളുടെ സഖാക്കൾ ഇത് ഏറ്റെടുക്കുകയാണ്. ഈ പൊതിച്ചോറിനെ പോലും നിങ്ങൾക്കറിയാം വലിയ രീതിയിൽ ആക്ഷേപിക്കാൻ ഇവിടെ മറ്റു ചില സംഘടനകൾ, പേരെടുത്ത് തന്നെ പറയാം, ഇപ്പോഴത്തെ കാലത്ത് പറയാതിരിക്കേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പൊതിച്ചോറിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നു എന്നുപോലും പറയാൻ മടി കാണിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇവിടെ ഈ പൊതിച്ചോറ് കൊടുക്കുന്ന കാഴ്ച കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ആ സംഘടനയെ എങ്ങനെ വിലയിരുത്തും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളിത് വളരെ സജീവമായി ആവേശത്തോടെ എല്ലാ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. എന്ത് ആഘോഷമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും ഇതിന് മുടക്കം വരുത്തരുത് എന്ന് തന്നെയാണ്. ഇന്ന് മണ്ണൂർ മേഖലയിൽ നിന്നാണ് ഈ പൊതിച്ചോറ്, ഒരു മേഖലയിൽ നിന്നാണ് ഇത്രയധികം വീടുകൾ കയറി ആ വീടുകളിലെ ആളുകളുടെ സ്നേഹം അവരുടെ പൊതിച്ചോറുകളായിട്ട് അവർ തരികയാണ്. അതുകൊണ്ട് ഡിവൈഎഫ്ഐ രാവിലെ തന്നെ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഒരുപാട് പേര് 100ഓളം വോളണ്ടിയേഴ്സ് തന്നെ ഇതിൻ്റെ വിതരണത്തിന് വേണ്ടി ബസ്സൊക്കെ വിളിച്ച് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ഒക്കെ ഇങ്ങോട്ട് വരികയാണ്. ഇതൊരു ശ്രമകരമായ ഇടപെടലല്ലേ. അതിനെ അംഗീകരിച്ചില്ലെങ്കിലും ഈ മറ്റ് സംഘടനകളാണെങ്കിലും ഇങ്ങനെ ആക്ഷേപിക്കരുത് എന്നുള്ളതാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.